ഉറുദു ഭാഷ ജനിച്ചത് ഇന്ത്യയിലാണെന്നും അതിനെ ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെടുത്തുന്നത് തെറ്റാണെന്നും സുപ്രീം കോടതി. ജസ്റ്റിസുമാരായ സുധാൻഷു ദുലിയും കെ വിനോദ് ചന്ദ്രൻ അടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ചാണ് സുപ്രധാനമായ ഈ വിധി പ്രസ്താവം നടത്തിയത്. മഹാരാഷ്ട്രയിലെ പാടൂർ മുനിസിപ്പാലിറ്റിയിൽ ഉറുദു ബോർഡുകൾ ഉപയോഗിക്കുന്നതിനെതിരായ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഈ സുപ്രധാനമായ വിധി പ്രസ്താവം. ആ പാടൂർ മുനിസിപ്പാലിറ്റിയിലെ മുൻ കൗൺസിലറായിരുന്ന വർഷാതായ് സഞ്ജയ് ബഗാഡെയാണ് ഉറുദു ബോർഡുകൾ ഉപയോഗിക്കുന്നതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. വർഷാതായ് ബഗാഡെയുടെ ആവശ്യം ഈ മഹാരാഷ്ട്രയിലെ പാടൂർ മുനിസിപ്പാലിറ്റിയിൽ മറാഠി ബോർഡുകൾ മാത്രമേ വയ്ക്കാവൂ എന്നതായിരുന്നു. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിൽ മറാഠിക്കും ഉറുദുവിനും ഒരേ സ്ഥാനമാണ് ഉള്ളതെന്നും അതുകൊണ്ട് തന്നെ ഉറുദു ബോർഡുകൾ വയ്ക്കുന്നതിനെ എതിർക്കാൻ വേണ്ടി കഴിയില്ല എന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഉറുദുവിനെ സംബന്ധിച്ച് തെറ്റായ തരം മുൻവിധികളുണ്ട് എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഉറുദു മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണ് എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കൊളോണിയൽ ശക്തികൾ രാജ്യത്ത് മതഭിന്നത ഉണ്ടാക്കുന്നതിനായി ഈ ഹിന്ദിയെയും അതുപോലെ തന്നെ ഉറുദുവിനെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെയാണ് അവതരിപ്പിച്ചിരുന്നത്. ഹിന്ദു മതവിശ്വാസികളുടെയും ഉറുദു മുസ്ലിം വിശ്വാസികളുടെയും ഭാഷ എന്ന തോതിലായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്. അതിന് ഹിന്ദുവിന് സംസ്കൃതവുമായുള്ള ബന്ധവും ഉറുദുവിന് പേർഷ്യനുമായിട്ടുള്ള ബന്ധവും അതിനൊരു കാരണമായിട്ടുണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കി ചൂണ്ടിക്കാട്ടിച്ചിരിക്കുന്നത്. പക്ഷേ ഹിന്ദിയെയും മറാഠിയെയും പോലെ തന്നെ ഉറുദുവും ഇന്ത്യയിൽ ജനിച്ച ഭാഷയാണെന്നും അത് ഇൻഡോ ആര്യൻ ഭാഷയാണെന്നുമാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ മറ്റു ഭാഷകൾക്കുള്ള അതേ അധികാരവും പദവിയും തന്നെ ഉറുദുവിനും ഉണ്ട് എന്നും അത് ഏതെങ്കിലും ഒരു മതവുമായി കൂട്ടിക്കിടക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുമാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഈ വിധി പ്രസ്താവത്തിൽ പറഞ്ഞിരിക്കുന്നത്.